ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞത് ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് കടലമാവും ചേർത്ത് ദാണ്ടേ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി നോക്കൂ. നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അരക്കപ്പിലും താഴെയായിട്ട് കടലമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ആ ഒരു കടലമാവിനകത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ കാണാം ഇതുപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ കോക്കനട്ട് ഓയിലാണ് ചേർത്തേക്കുന്നത്. ഇനി ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ചെറുതായിട്ട് ഇതുപോലെ അത്യാവശ്യം കുറച്ചും കൂടെ വലുപ്പത്തിനാണ്, തീരെ ചെറുതായിട്ടല്ല അരിഞ്ഞേക്കുന്നത്, ഈ ഒരു സൈസിന് അരിഞ്ഞ് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെണ്ടയ്ക്കയൊക്കെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഒന്ന് വെന്ത് ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെയും ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റാണ് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി ഈ വെണ്ടയ്ക്കൊക്കെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം കണ്ടോ, വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പം കണ്ടോ, വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്നങ്ങ് ഫ്രൈ ആയി വരട്ടെ, അതുവരെയും നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് വെച്ച കടലമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ആ കടലമാവൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ആ ഒരു സ്റ്റേജ് വരെയും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് പാനിലൊക്കെ പറ്റാൻ തുടങ്ങും, ഒന്ന് ഒട്ടി പിടിക്കാനൊക്കെ തുടങ്ങും. അത് കാര്യമാക്കണ്ട, കുറച്ചങ്ങോട്ട് വെന്ത് വരുമ്പോഴേക്കും ഇതങ്ങ് റെഡി ആയിക്കോളും. ഇങ്ങനെ കട്ട പോലൊക്കെ ആയി വരും. ആദ്യം ഒന്ന് അത് നമുക്കൊന്ന് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഇത്രയൊക്കെ ഒട്ടുന്നുള്ളൂ. സാധാരണ നമ്മൾ അലൂമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ പാത്രത്തിലാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പാനിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേണ്ട ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. കടലമാവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ആ ഒരു സ്റ്റേജ് വരെയും നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതുപോലെ വലിയ പീസായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് ഇതുപോലെ ആ ഒരു സ്പാച്ചില വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചുടച്ച് കൊടുത്താൽ മതി. ഈ വെണ്ടയ്ക്കൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും അല്ലെങ്കിൽ വലിയ ആൾക്കാർക്കായാലും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും കഴിക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു കടലമാവിൻ്റെയും ഒക്കെ പച്ചമണമൊക്കെ നല്ലപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. മാവൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ പാനിൽ നിന്നൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. അപ്പം ഞാനിത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റിയാണ് മറ്റൊരു പാത്രത്തിലോട്ട്. ഇനി വീണ്ടും അതേ പാനിൽ തന്നെ കുറച്ച് ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 3/4 ടീസ്പൂണോളം കടുക് ഒന്നിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് കുറച്ച് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ചെറിയ ജീരകവും കൂടെ ഒന്നങ്ങ് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാള ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സവാള ഒന്ന് ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്നും ഒരുപാട് നിറമൊന്നും മാറ്റിയെടുക്കണ്ട. സവാളയ്ക്ക് ഒന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. അതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം.
ഇപ്പോൾ ദാണ്ട കണ്ടോ, സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് വെന്ത് വന്നിട്ടേ ഉള്ളൂ, ഒരുപാട് നിറമൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ദാണ്ട് ഈ ഒരു സ്റ്റേജ് വരെയൊക്കെ ഒന്ന് സവാള വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ട് ഇടിച്ച ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ ചതച്ച് വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞു വേണമെങ്കിലും ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടോ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലിയ തക്കാളിയൊന്നും അല്ല, ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അത് ഈ ഒരു സൈസിനൊക്കെ ചേർത്തിട്ടുള്ളൂ, തീരെ അങ്ങ് പൊടിയാക്കിയിട്ടില്ല, എന്നാൽ ഒരുപാട് വലുതാക്കിയിട്ടുമില്ല. അപ്പോൾ ഈ ഒരു സൈസിനൊക്കെ അരിഞ്ഞ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതും അങ്ങ് കുഴഞ്ഞു പോകുന്ന പാകം വരെ ഒന്നും വഴറ്റേണ്ട, ഒന്ന് വെന്ത് വന്നാൽ മതി തക്കാളിയൊക്കെ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതാണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഈ സമയമാകുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ ബേസിക് മസാലകൾ മാത്രമേ ഉള്ളൂ, അഡീഷണൽ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂണൊക്കെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എന്നിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെയും ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം, വെണ്ടയ്ക്കകത്ത് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തതാണ്, അപ്പം ഇതിന് വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന വെണ്ടയ്ക്കയുടെയും കടലമാവിൻ്റെയും മിക്സ് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പൊള്ളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് റെഡിയായി. ചോറിൻ്റെ കൂടെ ഒക്കെ വെച്ച് കഴിക്കാൻ പൊളിയാണ്. പിന്നെ നമുക്ക് തൈര് സാദമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ വെച്ച് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കണം കേട്ടോ. അതാണ്ട് കണ്ടോ, നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. വേണമെങ്കിൽ ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി നല്ലപോലെ മിക്സാക്കി എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ നല്ല നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ വെണ്ടയ്ക്ക കഴിക്കാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.